പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേക വചന സന്ദേശം നമ്മുടെ എല്ലാവരുടെ മേലും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വചനഭാഗം, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാൻ ശീലാസും തിമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവോത്തനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഊവ് എന്നത്രേ ഉള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വചനം പൗലോസും ശീലാസും തിമോഥെയോസും ഒക്കെ പ്രസംഗിക്കുന്ന വചനമെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉണ്ട്. അത് നിറവേറ്റിയ ദൈവമാണ്, നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവാണ്. അവൻ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന വചനം, എന്റെ കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന വചനം, അത് ഊവ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ചു, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറി, നമുക്ക് വേണ്ടി അടികളേറ്റു, നമുക്ക് വേണ്ടി നിന്ദനങ്ങളേറ്റു, നമുക്ക് വേണ്ടി പരിഹാസങ്ങളേറ്റു. ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ആ കർത്താവായ യേശു വിളിച്ചു പറയാ, പിതാവേ, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആ പറഞ്ഞ ആ വചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ് യേശു കർത്താവ് കാൽവരിയിൽ വിളിച്ചു പറഞ്ഞത്. കാരണം കർത്താവ് ഒരിക്കലും കോപിക്കാത്ത ദൈവമായിരുന്നു. ഒരിക്കലും കർത്താവിനെ നിന്ദിച്ചവരെ നോക്കി ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ചത്, യേശു ക്രിസ്തു മരിച്ചത്, യേശുവിന്റെ രക്തം പുതിയ നിയമത്തിന്റെ ഒരു ഉടമ്പടിയായി ആ രക്തത്താൽ കഴുകപ്പെട്ട നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുവാൻ ആദാമിലൂടെ രക്തത്താൽ ചൊരിയപ്പെട്ട പാപം ക്രിസ്തുയേശുവിലൂടെ ആ രക്തത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നെങ്കിൽ ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം നമ്മുടെ പാപശരീരം നീക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ മുഴുവനും കഴുകി ഇതാ പുതിയതാക്കി മാറ്റിയെങ്കിൽ ഈ വചനം പ്രസംഗിക്കുന്ന തിമോഥെയോസും, ഈ വചനം പ്രസംഗിക്കുന്ന ശീലാസും, ഈ വചനം പ്രസംഗിക്കുന്ന പൗലോസും, ഈ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും ക്രിസ്തുവിന്റെ വചനം ഊവ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവർ, ഈ വാഗ്ദത്തം, അവൻ പറഞ്ഞ വാഗ്ദത്തം, അവൻ ചെയ്ത പ്രവൃത്തികൾ, അത് ഊവ് എന്ന് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം യേശു മരിച്ചു, അടക്കി, 3-ാം ദിവസം ഉയർത്തു. യേശു ഉയർത്തത് യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് മാത്രമല്ല, 500-ലധികം പേർക്കും 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷനായിക്കൊണ്ട് അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പോകണം, എല്ലായിടത്തും പോകണം, പോയി പ്രസംഗിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം, വിശ്വസിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കണം, ക്രിസ്തുവിന്റെ വചനം അനുസരിക്കണം. ആ വിശ്വാസത്തിൽ സ്നാനവും വേർപാടും ധരിക്കണം. കാരണം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിലോ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്നവന്റെ കൂടെയോ രക്ഷയുള്ളൂ. വിശ്വസിക്കുന്നവന്റെ കൂടെയോ അവിടുന്ന് അനുഗ്രഹമുള്ളൂ. വിശ്വസിക്കുന്നവനാണ് കർത്താവിന്റെ കൂടെ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യേ കടന്നു വന്ന കർത്താവ്, നമ്മൾ പറയുന്ന വചനം ഇന്നൊന്ന് പറഞ്ഞ് നാളെ മറ്റൊന്ന് പറയാനല്ല നമ്മളെ കർത്താവ് വിളിച്ചത്. ഒരേ ഒരു രക്ഷകൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റ നാമം യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാ നമ്മൾ വിളിച്ചു പറയുന്നത്, കർത്താവേ, മഹാപരിശുദ്ധനെ, ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വരണമേ എന്ന്. ആ നാമം പാപികൾക്ക് ഇന്ന് ശുദ്ധി വരുത്തിയ നാമമാ. ആ നാമം രോഗികൾക്ക്
ഇന്ന് രോഗസൗഖ്യം കൊടുത്ത നാമമാ. ആ നാമം തളർന്നവനെ എഴുന്നേൽപ്പിച്ച നാമമാ. ആശ്വസിപ്പിക്കുന്നവനും കരുതുന്നവനുമായ കർത്താവിന്റെ നാമമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് പൗലോസ് ഈ 2 കൊരിന്ത്യരുടെ ലേഖനത്തിൽ പറഞ്ഞത്. കർത്താവ് പറഞ്ഞ വചനം, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഊവോ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരിക്കുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷിയാണ്. ഒരിക്കൽ ഊവെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയുന്നതല്ല ഈ വചനം. ഒരിക്കൽ വിശ്വാസത്തിൽ നിന്നിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസം ശരിയാണ്, കുറച്ചു കഴിയുമ്പോൾ ആ വിശ്വാസം തെറ്റാണെന്ന് പറയുന്ന വിശ്വാസത്തിന്റെ ഉടമയല്ല ക്രിസ്തുവിന്റെ മക്കൾ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ചാ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള ഒരു വിളി തന്നെങ്കിൽ ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് നിന്നോട് കൂടെ ആയിരിക്കാനായി ഞങ്ങളെ നീ ബലപ്പെടുത്തണം. ഈ വചന സന്ദേശം ഞങ്ങളുടെ അകത്തൊരു ആശ്വാസമായി മാറണം, ബലമായി മാറണം, കരുത്തായി മാറണം. ഞങ്ങളെ അനുഗ്രഹിക്കണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.